പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിൻ്റെ ഭാഗമായുള്ള പാർട്ടി സമ്മേളനങ്ങൾ കോട്ടയം ജില്ലയിൽ ജില്ലാ സമ്മേളനം വരെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുക. ഇത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. കൃത്യമായ ഇടവേളകളിൽ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുക, ആ സമ്മേളനത്തിൽ വെച്ച് ജനാധിപത്യപരമായി മേലെ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക, കമ്മിറ്റിയെ തിരഞ്ഞെടുക്കേണ്ട സമ്മേളനങ്ങൾ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക, സെക്രട്ടറിയെ കമ്മിറ്റി തിരഞ്ഞെടുക്കുക. ഇതെല്ലാം നല്ല ചിട്ടയോടെ 3 വർഷ കാലയളവ് വെച്ചുകൊണ്ട് തുടർച്ചയായി നടത്തുന്ന പാർട്ടിയാണ് CPIM. ഇത്തരമൊരു ജനാധിപത്യ നടപടിക്രമം പാലിച്ചു പോരുന്ന CPIM-നെ ചിലർക്ക് ജനാധിപത്യ പാർട്ടിയായി വിശേഷിപ്പിക്കാൻ വലിയ വിഷമാണ്. അവരുടെ കണ്ണിലുള്ള അവരെ ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ജനാധിപത്യ പാർട്ടികളിൽ ചിലത് ദശാബ്ദങ്ങളായി തന്നെ ഈ തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയ ഒന്നും നടത്താത്തവരുമാണ്. ഇത് സ്ഥിരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അവർക്ക് ഇതുപോലൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായുള്ള സമ്മേളനങ്ങൾ നടത്തുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ അധ്വാനിക്കുന്ന വിഭാഗത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നൊരു പാർട്ടി എന്ന നിലക്കാണ്. ഭരണവർഗത്തിൻ്റെ താല്പര്യം രാജ്യത്തെ കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്നതിലാണ്, ഭൂപ്രഭുത്വത്തെ സംരക്ഷിക്കുന്നതിലാണ്. ഇത് ആദ്യം മുതലേ സ്വീകരിച്ചു വന്ന നിലപാടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ടപ്പോൾ തന്നെ ആ പാർട്ടിയെ വലിയ ഭീഷണിയായാണ് ഈ വിഭാഗമാകെ കണ്ടത്. പാർട്ടി രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ മഹാപാർട്ടിയൊന്നുമായല്ലോ രൂപം കൊള്ളുക. ഏതാനും പേര് കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അത് മതിയായിരുന്നു അവരിൽ വല്ലാത്ത ആശങ്ക ഉടലെടുക്കാൻ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടാണ് നിലകൊള്ളുക. എന്താണ് അവരുടെ താല്പര്യം? ഏറ്റവും വലിയ മാനുഷിക മുഖം വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനുഷ്യൻ്റെ പ്രശ്നങ്ങളോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ കൂട്ടർക്ക് വലിയ ആപത്തായി തോന്നുന്നത്? അവരുടെ താല്പര്യം സാധാരണ മനുഷ്യരുടെ താല്പര്യമല്ല. സാധാരണ മനുഷ്യരെ എത്രമാത്രം ദ്രോഹിക്കാൻ കഴിയും
എങ്ങനെയൊക്കെ അവരെ പിഴിയാൻ പറ്റും, ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്യാൻ സാധിക്കും, ഇതാണ് ആ വിഭാഗം ചിന്തിക്കുന്നത്. അതാണ് പ്രാവർത്തികമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ദുസ്സഹമായ ജീവിതമായിരുന്നു തൊഴിലാളികളടക്കമുള്ള ജനവിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിപ്പോകുന്നത്. ആ നിലയെ ചോദ്യം ചെയ്യാൻ ഒരു പാർട്ടി ഉദയം ചെയ്യുന്നുവെന്ന് കണ്ടതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം തന്നെ ആപത്താണ് എന്നവർക്ക് തോന്നാനിടയായത്. ബാക്കി ചരിത്രമാണ്, ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പാർട്ടി വേരോടാതിരിക്കാൻ നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. ആദ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു, പിന്നീടത് കോൺഗ്രസ് ഗവൺമെൻറ്റായിരുന്നു. എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. ഒരുപാട് കള്ളക്കേസുകൾ, വിവരണാതീതമായ പീഡനങ്ങൾ, ലോക്കപ്പിലും ജയിലിലും അനുഭവിക്കേണ്ടി വന്ന മനുഷ്യത്വഹീനമായ ഭേദ്യങ്ങൾ, പലർക്കും ജീവൻ ബലികൊടുക്കേണ്ടി വന്ന സംഭവങ്ങൾ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി കാണാൻ നമുക്ക് സാധിക്കും. ഈ ഘട്ടത്തിലെല്ലാം പാർട്ടി വളരരുത്, ശക്തിപ്പെടരുത്, ഇതായിരുന്നു അവരെല്ലാം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അവരാഗ്രഹിച്ചതല്ല രാജ്യത്ത് നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ഒട്ടേറെ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി, അധ്വാനിക്കുന്നവർക്ക് പ്രിയപ്പെട്ടതായി. അങ്ങനെയാണ് രാജ്യത്ത് ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 1952 പാർലമെൻറ്റിൽ സഖാവ് AK ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അംഗീകൃത പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ നിലയുണ്ടായത്. അന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ കയ്യിൽ. അവിടുന്ന് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നു. 56 നവംബർ 1. ഏതാനും മാസം പിന്നിട്ടപ്പോൾ കേരളത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒരു കാലത്ത് ഇനി ഈ മണ്ണിൽ ചെങ്കൊടി പാറില്ല എന്ന് പ്രഖ്യാപിച്ച നേതാക്കളുണ്ടായിരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നാടാകെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി, ആ വേട്ടയാടലിൻ്റെ ശക്തിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി എന്ന് വിശ്വസിച്ച അന്നത്തെ പ്രധാനപ്പെട്ടൊരു നേതാവായിരുന്നു പ്രഖ്യാപിച്ചത് ഇനി ഇവിടെ ചെങ്കൊടി പാറില്ല എന്ന്. ആ ചെങ്കൊടിയുടെ പ്രസ്ഥാനത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞില്ല. അവർ ചെങ്കൊടിയുടെ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു.
ഈ കേരളത്തിൽ ആദ്യ ഗവൺമെൻറ് ആര് രൂപീകരിക്കണം, ആരുടെ ഗവൺമെൻറ് വേണം എന്ന ചോദ്യത്തിന് ജനങ്ങൾ ഭൂരിപക്ഷം ഉത്തരം പറഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ആയിരിക്കണമെന്ന്. അങ്ങനെയാണ് സഖാവ് EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് ആദ്യമായി കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി നിൽക്കുന്നിടത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ മൂലക്ക് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നത്. പക്ഷേ കോൺഗ്രസിനെ പറ്റി പലരും പറയാറ് വലിയ ജനാധിപത്യ പാർട്ടിയാണെന്നാണല്ലോ. ആ ജനാധിപത്യ പാർട്ടിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിൻ്റെ ഫലമെന്തായിരുന്നു? എല്ലാവർക്കും എല്ലാം അറിയാം. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2 വർഷം തികയുന്നു. 2 വർഷമാകുമ്പോൾ 1959 ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്ക് നിരക്കാത്ത രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായി സംസ്ഥാന ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിടുന്നു. ഒരു ഗവൺമെൻറ് നിലനിൽക്കാൻ ആവശ്യം നിയമസഭയിലെ ഭൂരിപക്ഷമാണ്. നിയമസഭയിലെ ഭൂരിപക്ഷത്തിനൊരു ഹാനിയും തട്ടിയിട്ടില്ല. പക്ഷേ ഇവരിവിടെ തുറന്നുകൂടാ എന്ന നിശ്ചയം ആരെടുക്കുന്നു? അന്നത്തെ കുത്തക മുതലാളിമാരും ഭൂവുടമവർഗവും എടുക്കുന്നു. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു. പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം വലിയ ജനാധിപത്യവാദിയാണെന്നാണ് പൊതുവെ അവകാശപ്പെടാറുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുന്ന കാര്യത്തിൽ ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും ജനേച്ഛ അതാണെങ്കിലും അംഗീകരിക്കാനാവില്ല എന്ന ജനാധിപത്യ വിരുദ്ധ നിലപാട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് എന്നത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ദശാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ പിന്നിട്ട ദശാബ്ദങ്ങൾ പരിശോധിച്ചാൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം 1960 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ കൈയൊഴിയുകയല്ല ചെയ്തത്. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചതിനേക്കാളും വോട്ടിംഗ് ശതമാനവും പാർട്ടിക്ക് ജനങ്ങൾ നൽകി. പക്ഷേ അപ്പോഴേക്കും മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചു. അത് ഇവിടെയുള്ള വിവിധ മതസാമുദായിക ശക്തികളെ ഒന്നിച്ചണിനിരത്താനുള്ള ശ്രമമായിരുന്നു. അവരുടെയെല്ലാം പിന്തുണയോടെ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹിച്ചത്. 1960 എല്ലാവരുടെയും പിന്തുണയ്ക്ക് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു. അതെവിടം വരെ എത്തി? സഖാവ് EMS പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോൾ ആ മത്സര രംഗത്ത് EMSനെ പരാജയപ്പെടുത്താൻ
അന്നത്തെ ജനസംഘത്തിൻ്റെ പിന്തുണ തേടുന്നതിലേക്ക് എത്തിച്ചു. അന്ന് ദീൻദയാൽ ഉപാധ്യായാണ് ജനസംഘത്തിൻ്റെ പരമാധികാരി. ജനസംഘത്തിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. ദീൻദയാൽ ഉപാധ്യായ വന്ന് EMSനെ പരാജയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത പട്ടാമ്പിയിലുടനീളം പ്രസംഗിക്കുന്നു. പക്ഷേ ജനങ്ങൾ EMSനെ തന്നെ വിജയിപ്പിച്ചു. ഇത് ഒരു തുടക്കമായിരുന്നു. ആ തുടക്കം തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്താൻ, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ 57-ന് ശേഷം പിന്നീട് വിവിധ മുന്നണികൾ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന മുന്നണിയെ പരാജയപ്പെടുത്താൻ ഏത് മാർഗവും സ്വീകരിക്കുക എന്ന നിലയിലേക്ക് കോൺഗ്രസും വലതുപക്ഷ രാഷ്ട്രീയവും അധപ്പതിക്കുന്ന നിലയുണ്ടായി. ഇവിടെ ഒരു കാലത്ത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം പടുത്തുയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ നാടിന് ചേരാത്തവരാണ്, ജനങ്ങൾക്ക് വേണ്ടാത്തവരാണ്, നാടിനും ജനങ്ങൾക്കുമെതിരായി ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കാത്തവരാണ്, നാടിൻ്റെ സ്വൈര്യവും സമാധാനവും എല്ലാം തകർത്ത് കളയും. അപവാദ പ്രചരണങ്ങളുടെ അതിർവരമ്പില്ലാത്ത പോക്കായിരുന്നു. സ്ത്രീകളെ പൊതുസ്വത്താക്കി കളയും, പ്രായമുള്ളവരെ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ എന്തും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിലയായിരുന്നു. ഇതെല്ലാം തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ ആരാധിക്കുന്ന നേതാക്കൾ പറയുമ്പോൾ ആ പറയുന്നത് ശരിയാകുമല്ലോ എന്ന് സാധാരണക്കാരായ അനുയായികൾ ചിന്തിച്ചു. ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ടായത്. ചില മതങ്ങളും ചില ജാതികളും ശക്തമായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിലപാടെടുത്തു. അതിൻ്റെ ഭാഗമായി മതമേധാവികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടേതായ കൂട്ടം ആരാധനാലയങ്ങളിൽ കൂടുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്തോ നാടിന് കൊള്ളാത്തവരാണ് എന്ന സന്ദേശം അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, ഇതെല്ലാം വലിയ തോതിൽ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായി. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം, അതിൻ്റെ ഭാഗമായി നല്ലൊരു ഭാഗം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്കെതിരെ തിരിയേണ്ടതാണ് എന്ന ചിന്താഗതിയിലും വന്നു. പക്ഷേ
എന്താണ് കേരളത്തിൻ്റെ അനുഭവം? ഇവരുടെയെല്ലാം കണ്ണ് സ്വയമേവ തുറന്നു വരികയായിരുന്നു. ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല അത്. ഞങ്ങൾക്കെതിരെ ഉയർത്തിയ പ്രചരണ സംവിധാനങ്ങളെ നേരിടാൻ മാത്രമുള്ള പ്രചരണ സംവിധാനങ്ങൾ ഞങ്ങൾക്കൊരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഗുണഫലം അനുഭവിക്കാനിടയായ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഇവരെക്കുറിച്ചാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവര് ആ വിശേഷിപ്പിച്ച തരക്കാരല്ലോ. നാടിന് ഗുണകരമായ കാര്യമാണല്ലോ ചെയ്യുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഗുണകരമായിട്ടല്ലേ ഈ പ്രവൃത്തി വന്നത്. ആ പ്രത്യേക ആൾക്കോ പ്രത്യേക കുടുംബത്തെയോ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനമല്ല. നാടിൻ്റെ നന്മക്കായി നടത്തുന്ന പ്രവർത്തനം വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി ഗുണം ലഭിച്ച കുടുംബങ്ങൾ, വ്യക്തികൾ, അവരെല്ലാം ചിന്തിക്കാൻ തുടങ്ങി. ഇവരുടെ പ്രവർത്തനം കൊണ്ടല്ലേ ഈ ഗുണം ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന്. മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വന്നു. വളരെ മന്ദഗതിയിലുള്ളതായിരുന്നു ആ പ്രോസസ്സ്. പക്ഷേ അതിനങ്ങ് തുടക്കം കുറിച്ചു. ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന നിലയിലേക്ക് പൊതുവെ സമൂഹമെത്തി. അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷത്തോടും ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന മുന്നണിയോടും കടുത്ത വിരോധം എന്ന സമീപനം അത് മെല്ലെ മെല്ലെ അയഞ്ഞു വന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റുക? ഇവിടെ നാടിൻ്റെ നന്മ ലാക്കാക്കിക്കൊണ്ടുള്ള നിലപാടല്ല നിർഭാഗ്യവശാൽ കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് വളരെ സങ്കുചിതമായ വീക്ഷണമായിരുന്നു. അധികാരം എങ്ങനെയും നിലനിർത്തണം. അതിൻ്റെ ഭാഗമായി ഒരുപാട് നീക്കങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായി. അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി വരുന്നവരെ അവരുടെ കൂടെയുള്ളവരായാലും അവർക്കെതിരെ തിരിയുന്നതിനും അത്തരക്കാരെ ഒഴിവാക്കുന്നതിനും പ്രയാസവും കോൺഗ്രസ്സിനുണ്ടായിരുന്നില്ല. തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകണം. അതിൽ അവരുടെ ഏറ്റവും വിശ്വസ്തമായ കൂട്ടിരിപ്പുകാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് അവർ കണ്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും നല്ല സമവായത്തിലെത്തി. നേരത്തെ മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇരുമയ്യാണെങ്കിലും ഒരു കരളെന്ന രീതിയിൽ കോൺഗ്രസും ലീഗും ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ആ കൂട്ടുകെട്ടിലൂടെ മാത്രം കേരളത്തിൽ ജയിച്ചു വരാനാകില്ല എന്ന തോന്നലുണ്ടായി. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന മുന്നണിയെയും ഇടതുപക്ഷത്തെയും കേരളത്തിൽ പരാജയപ്പെടുത്താനാവുക? അതിനവർ കണ്ടെത്തിയ ഒരു മാർഗം, ആ കാലത്ത് ജനസംഘമോ ബി ജെ പിയോ, ആദ്യം ജനസംഘം പിന്നീട് ബി ജെ പി, അവർ കേന്ദ്രഭരണത്തിലേക്ക് എത്തിയിട്ടില്ല. കേന്ദ്രഭരണത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയും ആ ഘട്ടത്തിൽ ആർക്കുമില്ല. ഇവിടെയുള്ള ബി ജെ പിയുടെ നേതാക്കളുമായി വോട്ട് കച്ചവടം ആരംഭിച്ചു. ആ വോട്ട് കച്ചവടം എവിടെയെത്തി? അതുമല്ലേ നമ്മുടെ നാട് പേരിട്ട
കോലീബി സഖ്യത്തിലേക്ക് എത്തി. കോൺഗ്രസ് ലീഗ് BJP സഖ്യം. അത്തരമൊരു സഖ്യത്തിലെത്തുന്നതിന് ലീഗിനൊരു പ്രയാസം ഉണ്ടായില്ല. കാരണം സീറ്റാണല്ലോ കിട്ടുന്നത്, വോട്ടാണല്ലോ ലഭിക്കുക, അതിലൂടെ സീറ്റാണല്ലോ കിട്ടുക. ഇതൊരു കോലീബി സഖ്യത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ മറ്റൊരു മാറ്റം കൂടി വന്നു. അന്ന് BJPക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല, ചെറിയ മോഹേ ഉള്ളൂ. ഒരു സീറ്റ് പാർലമെൻറ്റിലേക്ക്, ഒരു സീറ്റ് നിയമസഭയിലേക്ക്. കോൺഗ്രസും ലീഗും പൂർണ്ണമായത് അംഗീകരിക്കുന്നു. അങ്ങനെയാണ് വടകര പാർലമെൻറ്റ് സീറ്റും ബേപ്പൂർ നിയമസഭാ സീറ്റും BJPയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാം എന്ന കരാറിൽ അവർ തമ്മിൽ ഏർപ്പെടുന്നത്. ഈ കരാർ അനുസരിച്ച് ജയിക്കുന്നതിന് പിന്നെ വിഷമമില്ല. കാരണം കോൺഗ്രസ് അടക്കമുള്ള ലീഗ് അടക്കമുള്ള അന്നത്തെ വലതുപക്ഷ ശക്തികളും BJPയും ചേർന്നാൽ വടകര ഉറപ്പ്, പാർലമെൻറ്റ് സീറ്റ് ഉറപ്പ്. ബേപ്പൂരാണെങ്കിൽ അതിനേക്കാളും ഉറപ്പ്. പക്ഷേ രാഷ്ട്രീയത്തിൽ പണ്ട് സഖാവ് EMS പറയാറുണ്ട്, 2 കൂട്ടണന് 2 സമം 4 അല്ല കേട്ടോ എന്ന്. ഈ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അവർ വികാര വിചാര ഉള്ളവരാണ്. അവരെ കേവലം പാവകളാക്കി ആർക്കും കണക്കാക്കാൻ പറ്റില്ല. ഈ പ്രശ്നം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു. കോലീബി സഖ്യത്തിൻ്റെ പ്രശ്നം, അവരുടെ ധാരണക്ക് വിരുദ്ധമായി അവിടെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നു. പക്ഷേ ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാനല്ല അവർ തയ്യാറായത്. അവർ പിന്നീടും അതേ വഴിക്കാണ് സഞ്ചരിച്ചത്. ഒരു ഘട്ടത്തിൽ നിയമസഭയിൽ ഞങ്ങൾ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു. ഭരണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണം. കുറച്ച് നാൾ കഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അപ്പോഴതാ RSS നേതാവ് പരസ്യമായി പറയുന്നു, നിങ്ങൾ ആ കസേരയിലിരിക്കുന്നത് 41 സീറ്റിൽ നാം തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് ഓർമ്മ വേണം. പരസ്യമായി പറഞ്ഞ കാര്യമായിരുന്നു. ഒരു മറുപടിയും കോൺഗ്രസിൻ്റെ ആരിൽ നിന്നും ഉണ്ടായില്ല. അന്ന് കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിരിക്കുന്ന ആൾക്കും മറുപടി പറയണമെന്ന് തോന്നിയില്ല. കാരണം ആ വസ്തുത വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ചൂളിപ്പോവുകയായിരുന്നു അവർ. ഇതാണ് നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം. ഇത് പിന്നെ എവിടെയെത്തി? ഏത് ഘട്ടത്തിലും നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണല്ലോ ഒരു പാർട്ടിയായാലും ഒരു മുന്നണിയായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും പ്രവർത്തകയായാലും നിലകൊള്ളേണ്ടത്. ഇവിടെ നാടിൻ്റെ താല്പര്യത്തിനാണോ നിലകൊണ്ടത്? ഓർമ്മയില്ലേ, ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ തർക്ക വിഷയം എന്തായിരുന്നു? ലീഗിൻ്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കമായിരുന്നു. ആവശ്യം പോലെ മന്ത്രിസ്ഥാനം കൊടുത്ത, അങ്ങനെ
ഭരണത്തിൻ്റെ ഭാഗമായി ഇരുത്തിയ ഒരു പാർട്ടി ഒരു സീറ്റ് കൂടി മന്ത്രിസഭയിൽ തങ്ങൾക്ക് വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. എവിടെയാണ് നമ്മുടെ നാടിനെ ഇവരെത്തിച്ചത്? ആ ഭരണത്തിൻ്റെയൊക്കെ രീതികൾ എന്തായിരുന്നു? പഴയ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ വിശദമായി പോകുന്നില്ല, കാരണം അത് വലിയ ചരിത്രമാണല്ലോ. ആ ചരിത്രമാകെ ഇതുപോലൊരു യോഗത്തിൽ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മളൊരു 8-8 വർഷം മുൻപുള്ള കാര്യങ്ങൾ ആലോചിക്കാമല്ലോ. 2016 മുതൽ 2021 വരെയുള്ള അവസ്ഥ. ആ 2016 മുതൽ 2021 വരെയുള്ള കാലത്ത് 5 വർഷക്കാലം ഇവിടെ UDFൻ്റെ ഭരണമായിരുന്നല്ലോ. ആ UDFൻ്റെ ഭരണത്തിൽ നാടിൻ്റെ ഏതെങ്കിലും മേഖല ചെറിയ തോതിലെങ്കിലും മുന്നോട്ട് പോയോ? എന്തുകൊണ്ടാണ് സ്തംഭനാവസ്ഥയും പുറകോട്ട് പോക്കും സംഭവിച്ചത്? പല മേഖലയും സ്തംഭിച്ചു നിന്നു, പല മേഖലയും പുറകോട്ട് പോയി. ഭരണം നാടിനു വേണ്ടിയും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുമാകണം. അവരവരുടെ കയ്യിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്. ഭരണത്തിലിരിക്കുമ്പോൾ തങ്ങൾക്കെന്ത് കിട്ടും എന്നല്ല മോഹിക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഒരു കൂട്ടം ഇതുപോലുള്ള പാർട്ടികൾ അത്തരത്തിലൊരു സംസ്കാരം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലായിരുന്നില്ലേ നമ്മുടെ നാടും ആ കാലത്ത്? എല്ലാറ്റിനും കൃത്യമായ വിഹിതം നിശ്ചയിക്കൽ. ചിലർ പറഞ്ഞാൽ പിന്നെ ഏത് നാടിന് വേണ്ട കാര്യമായാലും ഒരിഞ്ച് മുന്നോട്ട് പോകില്ല. ഞാനിതിനു മുൻപും ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരികയാണ്. അതാണ് എടമൺ കൊച്ചി പവർ ഹൈവേ. ഒരു ഉദാഹരണമാണത്. എടമൺ കൊച്ചി പവർ ഹൈവേയിലൂടെ നമ്മുടെ നാടിനാവശ്യമായ വൈദ്യുതിയാണ് പ്രവഹിച്ച് ഇവിടേക്ക് വരേണ്ടത്. നാടിനാവശ്യമുള്ളൊരു കാര്യമാണത്. ഒരാളോ ഒരു കുടുംബമോ അത് പ്രധാനമായിട്ട് കാണേണ്ടതില്ല. പക്ഷെ ഒരു ഗവൺമെൻറ് അതെപ്പോഴും പ്രധാനമായിട്ട് കാണണം. കാരണം നാട്ടിന് വൈദ്യുതി വേണം. ആ വൈദ്യുതി പ്രവഹിച്ച് കൊണ്ടുപോകാൻ ലൈൻ വേണം. ആ ലൈനാണ് എടമൺ കൊച്ചി പവർ ഹൈവേ. നിങ്ങൾക്കറിയാം അത് നല്ലതുപോലെ. അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും പറയുന്നത്. അത് ഇവിടേക്കെത്തുന്നു, അവിടെ നിൽക്കുന്നു, അവിടുന്ന് മുന്നോട്ട് പോകുന്നില്ല. ഈ അധികാര കസേരയിലിരിക്കുന്ന ആളുകളും വ്യക്തികളാണല്ലോ. വ്യക്തികൾ എന്ന നിലക്ക് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ അവർക്കുണ്ടാവും. സമൂഹത്തിൽ അവരെ അറിയുന്നവരും അവരറിയുന്നവരും അവരെ ഇഷ്ടപ്പെടുന്നവരും അവരിഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ വഴിക്ക് ഈ ലൈൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കലാണോ ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം? ലൈൻ ആവശ്യമല്ലേ? ലൈൻ ആവശ്യമാണെങ്കിൽ നിങ്ങളതിന് എതിര് നിൽക്കരുത് എന്നവരോട് പറയണ്ടേ? പറയാൻ കഴിഞ്ഞോ? എന്താ ചെയ്തത്? അവിടെ കിടന്നു ആ ലൈൻ. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഈ ലൈനിൻ്റെ പ്രവർത്തനമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ മുന്നോട്ട് പോകുന്നില്ല. അവർ കാണാത്ത ആളില്ല ആ ഗവൺമെൻറ്റിൽ. അവസാനം മനമെടുത്ത് അവർ തിരിച്ചുപോയി. ചെയ്യാൻ പാടുണ്ടോ? എന്തേ ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യം ചെയ്തത്? വ്യത്യാസം നോക്കണം. 2016 ജനങ്ങൾ LDFനെ അധികാരത്തിലേറ്റി.
ഞങ്ങളുടെ ടീം 2016 മുതൽ 21 വരെ ഭരണം നടത്തുന്നു. ഈ പറയുന്ന ലൈനിൻ്റെ പൂർത്തീകരണം പ്രധാനമാണെന്ന് കാണുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷനോട് തിരിച്ചു വരാൻ പറയുന്നു. അവർക്ക് വലിയ സംശയം, എന്നാലും അവർ വരുന്നു, തുടങ്ങുന്നു. അപ്പോഴതാ തടസ്സക്കാർ രംഗത്ത് വരുന്നു. സാധാരണ നിലക്കൊരു ഗവൺമെൻറ് പറയേണ്ട കാര്യങ്ങൾ അവരോട് പറയുന്നു. നിങ്ങളിതിന് തടസ്സം നിൽക്കരുത്, ഇത് നാടിനാവശ്യമുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തടസ്സം നിന്നാൽ ഈ വൈദ്യുതി വരാതാവും. ഒരു നല്ല വാക്കും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് നേരത്തെ അനുഭവം ഉണ്ടല്ലോ. അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായി തടയാൻ പറ്റിയല്ലോ. എന്തു ചെയ്യും ഗവൺമെൻറ്? അവിടെയാണ് ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്. ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന LDFനോ ഏതെങ്കിലും വ്യക്തിയോടോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോടോ അല്ല താല്പര്യം, നാടിനോടും ജനങ്ങളോടുമാണ്. നാടിൻ്റെയും ജനങ്ങളുടെയും വികാസത്തിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് LDFും LDF ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്ന കാര്യം. മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായി? പോയി. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അത്തരം എതിർത്തവരെ ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുള്ള നിവേദനങ്ങളായി പിന്നത്തെ വരവ്. അത് വേറൊരു ഭാഗമാണ്. അതിരിക്കട്ടെ, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. ഏതായാലും ഇന്ന് നല്ല ഐശ്വര്യമായി വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്ന്, കേരളത്തിൻ്റെ NH വികസനം, നാഷണൽ ഹൈവേ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ നമ്മുടെ പല പഞ്ചായത്ത് റോഡുകളെക്കാളും പുറകിലായിരുന്നു. പലതും വീതി കുറവ്, പൊട്ടിപ്പൊളിഞ്ഞത്, വലിയ മാറ്റം വരേണ്ടത്. നാഷണൽ ഹൈവേ വികസനത്തിന് അന്നവർ തയ്യാർ. നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം. ഒരു പുരോഗതിയും ഉണ്ടായില്ല. എന്താ കാര്യം? അന്നതിനെ ശക്തമായി എതിർക്കാൻ അതിനകത്തുള്ള പാർട്ടികൾ തന്നെ തയ്യാറായി. ഏറ്റവും കടുത്ത എതിർപ്പ് ഉയർന്നു വന്ന സ്ഥലങ്ങളുണ്ട്. 1 ഇഞ്ച് സ്ഥലം എടുത്തില്ല. അവരും തിരിച്ചുപോയി. നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെയൊന്നും നടക്കില്ല. LDF ഗവൺമെൻറ് 2016 വന്നു. അതേ ജനങ്ങളോട് LDF സർക്കാർ അഭ്യർത്ഥിച്ചു, ഇത് നാടിനാവശ്യമുള്ള കാര്യമാണ്, നിങ്ങളെല്ലാം സഹകരിക്കണം. സഹകരിച്ചല്ലോ. എന്തേ വ്യത്യാസം? ആ ഗവൺമെൻറ്റിൽ 2016 മുൻപുള്ള 2011-16 കാലത്തെ ഗവൺമെൻറ്റിൽ ഈ പറയുന്ന എതിർപ്പുകാരുടെ കൂടെ നിന്ന് വാദിക്കാനും ശബ്ദമുയർത്താനും ആളുകൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശബ്ദവും LDF മന്ത്രിസഭയിൽ ഉണ്ടായില്ല. LDFനും LDF മന്ത്രിസഭയ്ക്കും ഒരു ചിന്ത മാത്രം, ഈ നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകണം. 2011-16 കാലത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ UDF ഗവൺമെൻറ് കഴിയുമായിരുന്നോ? അതിനകത്ത് ചിലര് ഈ ഭാഗത്ത് പറ്റില്ല, ഇവിടെ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യും കെട്ടി ഇരിപ്പാണ്, അനക്കമില്ല. അതാണ് വ്യത്യാസം.
നോക്കണം. ഏറ്റവും കടുത്ത എതിർപ്പുയർത്തിയിരുന്ന മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ കൃഷിക്കാരൻ, പാർട്ടിക്കാരനൊക്കെ LDF അല്ല കേട്ടോ, പാർട്ടിയുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഏതോ പാർട്ടിയാവട്ടെ, ഏതായാലും ഒരു കൃഷിക്കാരൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇതിൻ്റെ ഭാഗമായി എടുക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരസ്യമായി പറഞ്ഞു, എത്ര വലിയ തുകയാണ് എനിക്ക് കിട്ടിയത്, ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിതിനെ എതിർക്കുമായിരുന്നില്ല. എന്നോട് ചിലരെല്ലാം പറഞ്ഞു ഇതിൻ്റെ ഭാഗമായി വലിയ കഷ്ടനഷ്ടങ്ങളാണ് വരിക എന്നുള്ളത്, അതുകൊണ്ടല്ലേ ഞാനിതിനെ എതിർത്തുപോയത്. ഇതിനെ എതിർക്കേണ്ടതേ ആയിരുന്നില്ല, നേരത്തെ എതിർത്തത് തെറ്റായിപ്പോയി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. ആരാ ഉത്തരവാദി? ആ കൃഷിക്കാരനായ അദ്ദേഹത്തെ പോലുള്ളവരോ ആണോ? അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച രാഷ്ട്രീയ നേതൃത്വമല്ലേ? ആ രാഷ്ട്രീയ നേതൃത്വം നാടിൻ്റെ വികസനമാണോ ആഗ്രഹിക്കുന്നത്? അതല്ലേ പ്രശ്നം. നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകസ്വരത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞില്ല എന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവമല്ലേ. ഇനി എത്ര ഉദാഹരണം ഓർമ്മയില്ലേ? ഇപ്പോൾ നാഷണൽ ഹൈവേ നോക്കൂ, കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ എടുത്താൽ ആ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാളുടെയും മനസ്സിനൊരു വലിയ കുളിർമയ അനുഭവപ്പെടുക. കാരണം ചിലയിടത്ത് റോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു, അവിടെ എത്തുമ്പോൾ വളരെ നല്ല സ്പീഡിൽ പോകാൻ കഴിയുന്നു, അപ്പുറത്തെത്തുമ്പോൾ പണി നടക്കുന്നു, അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുറച്ചാഴ്ചകൾ മാസങ്ങൾ കഴിയുമ്പോൾ ഈ റോഡിലൂടെയും നേരത്തെയുള്ള റോഡിലേക്ക് കൂടി പോയതുപോലെയാണല്ലോ സഞ്ചരിക്കുക എന്ന മനസ്സിൻ്റെ കുളിർമ അനുഭവിച്ചുകൊണ്ടാണ് ആളുകൾ ആ വഴിക്ക് സഞ്ചരിക്കുന്നത്. ഇതല്ലേ വസ്തുത. ഇത് LDF സർക്കാരല്ലായിരുന്നുവെങ്കിൽ സാധിക്കുമോ? അതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. നാടിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്, തങ്ങളുടെ ഏതെങ്കിലും ഭാഗത്തിനല്ല. അത് നമ്മുടെ നാടിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരെ ജനങ്ങളും കൃത്യമായി മനസ്സിലാക്കും. ഇവിടെ ഗെയിൽ പൈപ്പ് ലൈനും ഇതുപോലെ തന്നെയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മളോടൊപ്പം തുടങ്ങാൻ പുറപ്പെട്ടവര് അവരെല്ലാം പൂർത്തിയാക്കി. എപ്പോൾ? 2011-16 കാലമാണ് ഞാൻ പറയുന്നത്. പൂർത്തിയാക്കി വാതകം അതിലൂടെ പോക്ക് തുടങ്ങി. നമ്മളെവിടെ എത്തിയില്ല. നമ്മൾ തുടക്കം കുറിച്ചു, പിന്നെ ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല. എന്തേ കാര്യം? ആളുകളുടെ എതിർപ്പ് എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നു. ഇപ്പോഴോ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആളുകൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമോ എന്നത് ഒരു വെല്ലുവിളിയായി എടുക്കേണ്ട പ്രശ്നമില്ല. ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, സാധിക്കും, നമുക്ക് അത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചുകൊണ്ട് കാണാം എന്നും പറഞ്ഞു. അതെത്തി. ഇപ്പോൾ ഗ്യാസ് സുഗമമായി അതിലൂടെ പോകുന്നു. മാത്രമല്ല, അവിടെ നമ്മുടെ കേരളത്തിലെ പല അടുക്കളകളിലും ഇപ്പോഴാ ഗ്യാസ് പാചകവാതകമായി എത്തുന്നു. എല്ലായിടെയും എത്തിയിട്ടില്ല, എന്നാലും കുറേ അടുക്കളകൾ എത്തിക്കഴിഞ്ഞു. അത് വ്യാപകമാകാൻ പോകുന്നു. കാരണം പാചകവാതകവും ഇതുമായി താരതമ്യപ്പെടുത്തിയാൽ ഇതിന് വിലക്കുറവാണ്, വലിയ തോതിൽ വ്യാപിക്കാൻ പോവുകയാണ്. ഇതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, 2016 LDF അല്ല അധികാരത്തിൽ വന്നത്, UDF തന്നെ തുടരുന്നു. എന്തൊരു തകർച്ചയായിരിക്കും നാട്ടിന്, ഏത് രീതിയിലുള്ള തകർച്ചയായിരിക്കും.
കടുത്ത നിരാശയിലായിരുന്നില്ലേ ആളുകൾ? ഇപ്പോൾ കോവളത്തുനിന്ന് പുറപ്പെട്ട് ബേക്കലിലെത്തുന്ന ദേശീയ ജലപാത, ആ ജലപാത അതിവേഗതയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വടകരക്കപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ചില സ്ഥലങ്ങൾ തന്നെ എടുത്ത് പുതിയ കനാൽ വേണ്ടതുണ്ട്. അതിന് കുറച്ച് താമസം വന്നേക്കാം. പക്ഷേ ഇങ്ങേ ഭാഗം ഏറെക്കുറെ ചേറ്റുവ വരെ, കോവളം മുതൽ ചേറ്റുവ വരെ ആ ജലപാത ഏതാനും കാലം കൊണ്ട് പൂർത്തിയാക്കാനാവും, ഏതാനും മാസം കൊണ്ട് പൂർത്തിയാക്കാനാവും. അപ്പോൾ കോവളം വരെയായാലോ ബേക്കൽ വരെയായാലോ അത് നാടിൻ്റെ മുഖച്ഛായ അങ്ങ് മാറ്റും. ഇത് UDF-ന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ മലയോര ഹൈവേ പ്രവർത്തനം നടക്കുകയാണല്ലോ. തീരദേശ ഹൈവേ പ്രവർത്തനം നടക്കുകയാണല്ലോ. രണ്ടിനും കൂടി 10,000 കോടി രൂപയാണ് വേണ്ടത്. ആ 10,000 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തിയിരിക്കുന്നത്, കിഫ്ബി മുഖേന. അതെല്ലാം പൂർത്തിയാകുമ്പോൾ സ്ഥിതി നോക്കൂ. നാടിൻ്റെ യാത്രാ സൗകര്യം വർദ്ധിക്കണ്ടേ? നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമല്ലേ? വിവിധ മേഖലകൾ വികസിച്ചു വരുന്നതിന് യാത്രാ സൗകര്യം കൂടണമല്ലോ. അതിൻ്റെ ഭാഗമായല്ലേ ഓരോ മേഖലയിലും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കുന്നത്. ഇപ്പം ജലപാത പൂർത്തിയാകുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല, നല്ല നിലയിൽ ചരക്കുകളും അത് കയറ്റിയിട്ടുള്ള വള്ളങ്ങളും ആ ജലപാതയിലൂടെ പോകാൻ സാധിക്കും. ഇപ്പോൾ പഴയ വള്ളങ്ങളുടെ അവസ്ഥയല്ലാലോ. ബാർജ് മുഖേന കണ്ടെയ്നറുകൾ തന്നെ കൊണ്ടുപോകാവുന്ന അവസ്ഥയാണല്ലോ. എന്തും ഈ മാർഗത്തിലൂടെ കൊണ്ടുപോകാലോ. ഇപ്പൊ നാടിൻ്റെ മാറ്റം എങ്ങനെയായിരിക്കും? അത് ലോകത്തിൻ്റെ ഏത് വികസിത പ്രദേശങ്ങളോടും കിടപിടിക്കാവുന്നൊരു കേരളമാക്കി നമ്മുടെ കേരളത്തെ മാറ്റുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. ഇത് അങ്ങേയറ്റം സങ്കുചിതമായ വീക്ഷണത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് കഴിയോ? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കൂ. UDF ആയിട്ടാണോ പ്രവർത്തിക്കുന്നത്? UDF-ന് UDF-ൻ്റെതായ തീരുമാനങ്ങൾ സ്വതന്ത്രമായിട്ട് എടുക്കാൻ കഴിയുന്ന നിലയുന്നുണ്ടോ? UDF-ന് പുറത്തുള്ള ശക്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനാവൂ. ആ പുറത്തുള്ള ശക്തികളിൽ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, മറ്റൊന്ന് SDPI ആണ്. UDF ഒരു മുന്നണി എന്ന നിലക്ക് ആ മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നണിയിലൊരു പാർട്ടി എന്ന നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചില അഭിപ്രായങ്ങൾ പറയലും അത് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ അംഗീകരിച്ചു കൊടുക്കലും ഒക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു മുന്നണിക്കകത്ത് ചിലപ്പോൾ സ്വാഭാവികമായി നടന്നെന്ന് വരും. ഇനി അങ്ങോട്ട് എന്താ വരാൻ പോകുന്നത്? ഇത് മാത്രമല്ല, മുന്നണിയിലെ പാർട്ടിയുടെ അഭിപ്രായമല്ല, മുന്നണിക്ക് പുറത്തുള്ളവരുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് അഭിപ്രായം വരും. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ ജമാഅത്തെ ഇസ്ലാമിക്കും SDPI-ക്കും കീഴ്പ്പെട്ടു പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കാണേണ്ടത് മഹാഭൂരിഭാഗം മുസ്ലിം ജനവിഭാഗവും തള്ളിക്കളഞ്ഞൊരു വിഭാഗമാണ്. ഈ രണ്ടിനെയും ഭൂരിഭാഗം
മുസ്ലിം വിഭാഗം അംഗീകരിക്കുന്നില്ല. ലീഗിനെന്താ പ്രതിപത്തി? UDFിൻ്റെ പ്രതിപത്തി തന്നെ. 4 വോട്ട്, ചില്ലറ സീറ്റ്, അതിൻ്റെ ഭാഗമായി പോരട്ടെ. അത് ഇനി മറ്റു തലങ്ങളിലേക്കെത്തും. നേരത്തെ കോലീബി സഖ്യം ഉണ്ടാക്കിയതുപോലെ ഉള്ള സഖ്യം മാത്രമല്ല, ചിലയിടങ്ങളിൽ നടക്കാറില്ലേ? മത്സരിച്ചോളൂ, ഞങ്ങളുടെ ചിഹ്നം, ഞങ്ങളുടെ സ്ഥാനാർത്ഥി, എന്നാൽ നിങ്ങൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വരും. കാരണം അത്രമാത്രം ലീഗ് കാര്യങ്ങളിൽ പിടിമുറുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും എത്തിയിരിക്കുന്നു. നമ്മൾ കണ്ടില്ലേ, പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമല്ലേ നടന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായ മണ്ഡലമാണത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുന്ന ഒരു ആശ്ചര്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. കോൺഗ്രസ് ജയിച്ചു വന്നു. ആ കോൺഗ്രസിന്റെ ജയം ആദ്യം ആഘോഷിച്ചതാര്? കോൺഗ്രസ് അല്ല, ലീഗല്ല, ആദ്യം SDP-I. കണ്ടില്ലേ കേരളം? അവരല്ലേ ആദ്യം ആഹ്ലാദം പ്രകടിപ്പിച്ചത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇനി അത് ശക്തിപ്പെടാനാണ് പോകുന്നത്. ലീഗിന് നേരത്തെയുള്ള സമീപനം സ്വീകരിക്കാനാകുന്നില്ല. കാരണം വല്ലാത്തൊരാർത്തി, എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റ് പിടിച്ചേ മതിയാവും. അത് വളരെ ശരിയാണ് എന്ന് കോൺഗ്രസ് എന്ത് മാർഗവും സ്വീകരിക്കാൻ തയ്യാർ. എവിടെയെത്തും നാട് എന്ന് നാം ആലോചിക്കണം. ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ ഗൗരവമായി ചിന്തിക്കണം. ഈ നാടിൻ്റെ ഇന്നത്തെ നില നോക്കിയാൽ നാം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള കളി നടക്കുന്നുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നമ്മുടെ കേരളത്തിലുണ്ട്. വർഗീയത ഒരു കാലത്തും നാടിന് ഗുണം ചെയ്യുന്നതല്ല, നാടിന് ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ. ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത നാട്ടിലുയർത്തുന്ന ആപത്ത് നോക്കണം. എത്ര വലിയ ആപത്താണ്. 2016 കേരള അസംബ്ലിയിൽ ഒരു BJP MLA കടന്നു വന്നു. BJPക്ക് പരമയാഹ്ലാദം. ഞങ്ങൾ അക്കൗണ്ട് തുറന്നു കേരള നിയമസഭയിൽ. എവിടുന്നാ വന്നത്? നേമത്ത് നിന്ന്. അവർക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട്. പക്ഷെ എങ്ങനെയാ ആ അക്കൗണ്ട് തുറന്നത്? അവിടുത്തെ വോട്ടിംഗ് നില നോക്കിയാൽ കോൺഗ്രസിൻ്റെ വോട്ട് കാണാനേ ഇല്ല നേമത്തെ. എന്തേ സംഭവിച്ചത്? അപ്പുറത്തൊരു സീറ്റിൽ ഒരു കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നു. അദ്ദേഹത്തിന് ജയിച്ചു വരാൻ ചെറിയൊരു നീക്കുപോക്ക്. അതിൻ്റെ ഫലം BJP നേതാവ് നിയമസഭയിൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആ നേമത്ത് വെച്ച് തന്നെ പ്രഖ്യാപിച്ചു, ഇവിടെ BJPയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. പൂട്ടിയില്ലേ? പൂട്ടി. സഖാവ് ശിവൻകുട്ടി അവിടുന്ന് വന്നു. ഇപ്പോൾ കേരള മന്ത്രിസഭയിൽ
പൊതുവിദ്യാഭ്യാസ മന്ത്രി ആയി പ്രവർത്തിക്കുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും BJPക്ക് ആഹ്ലാദം. തൃശ്ശൂരിൽ ജയിച്ചു വന്നിരിക്കുന്നു. എങ്ങനെ ജയിച്ചു? അവിടെ വോട്ട് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ 80,000-ൽ പരം വോട്ട് കാണാനില്ല. 2019 കിട്ടിയ വോട്ടിൽ 80,000-ൽ പരം വോട്ട് കാണാനില്ല. ഞങ്ങളവിടെ പരാജയപ്പെട്ടു. പക്ഷേ 16,000-ൽ പരം വോട്ട് ഞങ്ങൾ കൂടുതൽ നേടി 2019 അപേക്ഷിച്ച്. കോൺഗ്രസിൻ്റെ വോട്ട് ഇങ്ങനെ ഒഴുകിയപ്പോൾ BJPക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു. BJPയുടെ മുഖം തിരിച്ചറിയാത്തവരല്ല നമ്മുടെ നാട്ടിലുള്ളവർ. തൽക്കാലം ചില കാര്യസാധ്യത്തിന് വേണ്ടി അതങ്ങ് മറന്നുപോകുന്ന നില ചിലർ സ്വീകരിക്കുന്നുണ്ട്. അവരിപ്പോൾ വോട്ട് ലാക്കാക്കി പലയിടങ്ങളിലും സഞ്ചരിക്കുന്നതായി നാം കാണുന്നുണ്ട്. വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. നാടിൻ്റെ മുന്നിൽ അവരുടെ ചിത്രമുണ്ടല്ലോ. ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് ലഹളകൾ, സംഘപരിവാർ നടത്തിയിട്ടുള്ള ലഹളകൾ, ഒന്നിൻ്റെയും പേരിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പിന്നീട് നമുക്ക് വിശദമായിട്ട് അത്തരം കാര്യങ്ങൾ പറയാം. അത്തരം ലഹളകളുടെ ഫലമെന്തായിരുന്നു? ആ ലഹളകളിൽ പങ്കെടുക്കുന്ന ആളുകളെ, പങ്കെടുത്തവരെ, യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന BJP നേതൃത്വത്തെയാണ് നാം കണ്ടത്. ഗവൺമെന്റുകളെയും കേന്ദ്ര ഗവൺമെന്റിനെയുമാണ് നാം കണ്ടത്. മണിപ്പൂര് അറിയാലോ എല്ലാവർക്കും. ഇപ്പോ വിവിധ ആരാധനാലയങ്ങൾ തോണ്ടാൻ വേണ്ടി നടക്കുകയാണ്. വർഗീയ സംഘർഷം എവിടെയും വർദ്ധിപ്പിക്കുക. അതല്ലേ ശ്രമം? അവര് നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനത്ത് കർണാടകയിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാലോ. അങ്ങനെയല്ലേ അവര് വെളുക്കെ ചിരിച്ച് നല്ല വാക്കും പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നാട്ടുകാർക്കെല്ലാം പിടികിട്ടുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ നാട് മതനിരപേക്ഷതക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ആപത്ത് ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കാരണമായി. ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നീക്കമാണത്. ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ന്യൂനപക്ഷത്ത് തങ്ങൾ പ്രത്യേകമായി സംഘടിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് കളയാം, ഭൂരിപക്ഷ വർഗീയതയെപ്പോലെ എന്ന് ചിന്തിക്കുന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമാണ്. അതിൻ്റെ ഫലം ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കലായിരിക്കും. ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതക്ക് പ്രോത്സാഹനം, ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതക്ക് പ്രോത്സാഹനം. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ CPIM, ഇടതുപക്ഷം, LDF ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടെ എല്ലാ വർഗീയതയും എതിർക്കണം. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും വർഗീയതയെ എതിർക്കണം. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാവില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പോയാൽ കൂരിരുട്ടാണ്. ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ്. ഇരുട്ടിനെ നേരിടുന്ന വെളിച്ചമാണ് വർഗീയതയെ നേരിടുന്ന മതനിരപേക്ഷത. ആ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനുള്ള പ്രവർത്തനമാണ് നടക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ ചുമതലയോടെ നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടൊരു പാർട്ടിയാണ് CPIM. ആ CPIM-ൻ്റെ
ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പുതിയ ജില്ലാ കമ്മിറ്റിക്കും ആ പ്രവർത്തനങ്ങളാകെ നടത്താൻ പാർട്ടിക്കാകെയും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.